ഇന്നത്തെ നമ്മുടെ വായന പഞ്ചമസ്കന്ധത്തിലെ ഭൂഗുണിതം എന്ന ഹെഡിങ്ങിലെ കുറച്ച് ഭാഗങ്ങളാണ്. ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ആമുഖം എന്ന് വെച്ചാൽ സപ്തസാഗരങ്ങളെക്കുറിച്ച് സപ്തദ്വീപങ്ങളും എത്ര വിസ്താരമെന്നും അതിൻ്റെ ലക്ഷണങ്ങളും വ്യക്തമായിട്ട് അരുളി ചെയ്യണേന്ന് പരീക്ഷിത്ത് മഹാരാജാവ് മുനിയോട് ചോദിക്കുകയും ആ മുനി പറയുന്ന മറുപടിയാണ് ഇന്നത്തെ വായന. ഓം ഗം ഗണപതേ നമഃ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. എങ്കിലോ ഭൂമണ്ഡല സംസ്ഥാനം നടേ ചൊല്ലാം, മംഗളം വരേണമേ ദൈവമേ നാരായണ. ഭൂമിയിൽ മധ്യസ്ഥമായിരുന്ന ജംബുദ്വീപം ഭൂമി ബാലകാം സമവൃത്തമായുള്ളൂ കേൾനീം. വിസ്താരം 100,000 യോജനയുണ്ടു താനും. പൃഥ്വിനായക പുനരൊമ്പതു വർഷവും മര്യാദാ പർവ്വതങ്ങൾ 8 പര്യായത്തോടു പറഞ്ഞിടുവനവയും ഞാൻ. ഇതിൻ്റെ നടുവിലായി ചൊല്ലിരും മഹാമേരു, അതിൻ്റെ ഉയരമോ യോജന 100,000. മുകളിൽ 30,000 യോജന വഴി സുഖമീ സമവൃത്തമായിരിപ്പോന്നു താനും. നീളത്തിൽ 16,000 യോജന വഴി മേളത്തിൽ കുഴിനാടുണ്ടായിരം മറ്റതെല്ലാം. ഇങ്ങനെ ഇരിക്കുന്ന മേരുവാ മല തൻ്റെ അങ്ങഹോ വടക്കുണ്ട് 3 പർവ്വതങ്ങൾ പോൽ. അദ്രികളവ 3 കിഴക്കു പടിഞ്ഞാറങ്ങബ്ദികൾ 2 ചെന്നെത്തിക്കിടക്കുന്നു. 3 മേരുവിനോടടുത്ത് തെക്കേ ശൈലം. നീലമാകുന്നിതല്ലോ നടുവിൽ ശ്വേതമല്ലോ. ശൃംഗവാനെല്ലാറ്റിലും വടക്കേ ശൈലമല്ലോ. തെക്കുമിങ്ങനെ 3 മര്യാദാ പർവ്വതങ്ങൾ. വടക്കേതാദിയായിട്ടവറ്റിൻ പേരും ചൊല്ലാം. നിഷദം ഹേമകൂടം ഹിമവാൻ എന്നും ക്രമാൽ. അഴകോടധികന്മാർ ചൊല്ലുന്നു നടേ നടേ. കിഴക്കുണ്ടൊരു ശൈലം ഗന്ധമാദനമതം. വടക്ക് നീലത്തോളം നിഷദത്തോളം തെക്കും. ഈ വണ്ണം തെക്ക് വടക്കുണ്ടല്ലോ പടിഞ്ഞാറും. മാല്യവാൻ നിഷദ നീലങ്ങളോളവുമിടും. നീലത്തിൻ വടക്കേത് രമ്യകവർഷം. പിന്നെ കേളതിൻ വടക്കേത് ചൊല്ലിരും ഹിരൺമയം. പിന്നെ അങ്ങതിൻ വടക്കേതല്ലോ കുരുവർഷം. എന്നതിനുടെ തെക്കേതായത് ഹരിവർഷം. ഹേമകൂടത്തിൻ തെക്കേതായത് കിംപുരുഷം. ഭൂമിശാം ഹിമവാനു തെക്കു ഭാരതവർഷം. ഗന്ധമാദനത്തിന് കിഴക്കേതാകുന്നത് സന്തതം ഭദ്രാശ്രമാം വർഷം എന്നറികിടോം. മാലവഗിരിയുടെ പടിഞ്ഞാറേടം കേതുമാലം. അങ്ങെല്ലാറ്റിനും നടുവിലാവൃതം. ഇച്ചൊന്ന പർവ്വതങ്ങൾ 8 ഉയരങ്ങൾ. നിശ്ചയം 10 സഹസ്രം യോജന പോൽ. വണ്ണവും 2,000 യോജനയുണ്ടെന്നല്ലോ പുണ്യവാന്മാരാം കാലവേദികൾ പറയുന്നു. 9 വർഷവും വിസ്താരമൊരുപോലെ. 9,000 യോജനയുണ്ടറിഞ്ഞാലും. പിന്നെയും മഹാമേരു തനിക്കു നായിട്ടുണ്ട്. മന്നവാം 4 പാടും ഓരോരോ ശൈലേന്ദ്രന്മാർ. മന്ദരമെന്നും മേരു മന്ദരമെന്നും ചെമ്മീൻ. പിന്നേതു സുപാർശവും കുമുദമെന്നും നാമം. 4 10,000 യോജനകൾ. ചാലേ വിസ്താരം അതിന്മേൽ ഓരോ മരങ്ങളും. കിഴക്കേതാദിയായിട്ടവറ്റിൻ പേരും ചൊല്ലാം. ഉണ്ടല്ലോ തേന്മാവ്
അതിൻ മുമ്പിലേതനുക്രമാൽ രണ്ടാമതുടഞ്ഞാവൽ കടമ്പും പേരാലന്ത്യം 1100 യോജനയുയരമുണ്ടായത ശാഖകളും അത്രയുണ്ടെല്ലാറ്റിനും. ചുവട് ചുറ്റും 100 യോജനയുണ്ടങ്ങെല്ലാം. അവിടെ മുകളിലുണ്ടോരോരോ പൊയ്കകളും അവറ്റിൽ പാലും തേനും ശർക്കര ശുദ്ധജലം. അവറ്റെ സേവിച്ചല്ലോ ഗന്ധർവാദികളെല്ലാം. യോഗങ്ങൾ ഐശ്വര്യങ്ങൾ എന്നിവയുണ്ടാക്കുന്നു. ഭാഗതേയത്താ സർവകാമസിദ്ധിയുമുണ്ടാം. ഉൾത്താരിൽ അത്യാനന്ദ സിദ്ധമായി വിളങ്ങിടും ഉദ്യാനങ്ങളും ഓരോന്നുണ്ടവ 4ന്മേലും. നന്ദനൻ ചൈത്രരഥം ചൊല്ലെഴും വൈഫ്രാജകം പുണ്യവർദ്ധനകരം സർവതോ ഭദ്രമിന്നും. ക്രമത്താൽ അവറ്റിനു നാമങ്ങളിതുകളിൽ അമർത്യജനം ക്രീഡിച്ചിരിപ്പൂ നിരന്തരം. മന്ദരമൂർധാവിങ്കൽ നിന്ന് തേന്മാവിൻ ഫലവൃന്ദങ്ങളെല്ലാം ചില പർവ്വതങ്ങളെ പോലെ വളർന്നു പഴുത്ത് വീണുടഞ്ഞു തകർന്നുടൻ അലിഞ്ഞുകൂടിയിടുന്ന രസങ്ങൾ ഒന്നിച്ചല്ലോ. തന്നുടെ മുകളിൽ നിന്നങ്ങഹോ കിഴക്കോട്ടേക്ക് അന്നകമൊഴുകുന്നത് അരുണോദയ നദിയും. അതിലെ വെള്ളം അനുഭവിക്ക നിമിത്തമായും അധികം മനോജ്ഞമാ സൗരഭ്യമുണ്ടാകുന്നു. അജലാത്മജയാകും ഈശ്വരീ ദേവിയോടും അനിശമനുചരിച്ചിടിന ദേവികൾക്കും ഔവണ്ണൻ തന്നെ മേരുമന്ദരമൂർധാവിങ്കൽ സർവദാ നിൽക്കും. ഞാവൽ തന്നുടെ പഴങ്ങളും കേവലം ഓരോന്നോരോ ഗജങ്ങളോളം പോരും. ആവോളം വളർന്നു മൂത്തവയും പഴുത്തുടൻ വീണുടഞ്ഞൊരുമിച്ചുണ്ടാകുന്ന രസങ്ങളെ ക്ഷോണിയിൽ ജംബൂ നദി എന്നുള്ള നാമത്തോടും കൂടവേ തെക്കോട്ടേക്കായൊഴുകിയിടുന്നിത്. ഇരുപാടുമുള്ളൊരു മണ്ണും അതിൻ്റെ രസവുമായും ചേർന്നുണങ്ങിയിടും നീരത്തുണ്ടാകുന്നതു തന്നെ. പ്രാഗ്നിപം ജംബൂനദമെന്ന പൊന്നതിനാലേയും നിത്യവും ദേവാദികളൊക്കെ അംഗങ്ങൾ തോറും പ്രത്യേകമലങ്കരിച്ചിടുന്നു നിരന്തരം. പിന്നെ ആ സുപാർശ്വത്തിന്മേൽ നിൽക്കും കടമ്പതു തന്നുടെ ബാഹുക്കളാം ശൃംഗങ്ങളിടതോറും നിന്നുടൻ പൊട്ടിയൊലിച്ച് അയ്യഞ്ചു ചുറ്റായുള്ള ബിന്ദുക്കൾ മധുമയധാരകൾ വീണു വീണ് പടിഞ്ഞാറോട്ടു നോക്കി ഒഴുകിയിടുന്നു നിത്യം തടഞ്ഞിടാതെ മഹാവാഹിനി പൂരത്തോളം. അവറ്റെ ഉപജീവിക്കുന്നവരുടെ മുഖം 100 യോജന വഴി സൗരഭ്യം പരത്തുന്നു. കദംബവൃക്ഷത്തിൻ്റെ കോടരത്തിങ്കൽ നിന്ന് ജനിക്ക കൊണ്ടു കാദംബരിയമ്പേരുണ്ടായി. കുമുദത്തിങ്കൽ ശതവലിശമെന്ന പേരാല് അതിൻ്റെ സ്കന്ധങ്ങളിൽ നിന്ന് ഉടനുണ്ടാകുന്നു. പാൽ തൈർ നെയ്യും ചോറും പുടവ പട്ടുകളും ആഭരണാസന ശയ്യാദികളിവ മറ്റും നദങ്ങളായി വടക്കോട്ടൊഴുകുന്നു നിത്യം. അതുകൊണ്ടനുഭവിച്ചിടിന ജനങ്ങൾക്ക് തളർച്ച ജരാനര വ്യാധികളാദികളും ഇളച്ചിടുന്നിത് അപമൃത്യുക്കൾ ഇവയെല്ലാം. ഇങ്ങനെ ഭൂമണ്ഡലമാകുന്ന കമലത്തിൻ കർണികയാകും മഹാമീരുവിൻ ചുഴലവും കേസരഭൂതങ്ങളായി പർവ്വതം പലതുണ്ട്. വാസവാദികളുടെ ദിക്കുകളിടതോറും അരികെ മഹാമേരുവാകും അദ്രിക്ക് പരിസ്തരണമായിട്ട് 7 പർവ്വതമുണ്ടു. പിന്നെയും ഉയരം 2000 യോജനയവയെല്ലാം
ഇടവുമത്ര തന്നെയുണ്ടേതും കുറയാതെ. 18,000 യോജന നീളവുമുണ്ടങ്ങതിനൊക്കെയും തെക്കുവടക്കായി കിഴക്കല്ലോ. ജഡരദേവകൂട പർവ്വതവരങ്ങൾ മറ്റുടനെ കീഴ്മേലായ നീളത്തിൽ തെക്കാകുന്നു. കൈലാസകരവീരദ്വയങ്ങൾ പടിഞ്ഞാറേ ശൈലങ്ങൾ നീളം തെക്കുവടക്കായതുപോലെ. പവനപാരിയാത്രയ്ക്കാചലവരങ്ങൾ മറ്റവനീപതേ നീളം കിഴക്കു പടിഞ്ഞാറായി. ത്രിശൃംഗമകരങ്ങളിങ്ങനെ പേരായി 4 ദിശയെങ്കിലും ഈ 2 അചലവരങ്ങൾ പോൽ. ഇങ്ങനെയെല്ലാം അലങ്കൃതമാം മഹാമേരുവങ്ങതിൻ മുകളിൽ ഉണ്ടൊൻപതു രാജധാനി എന്നതിൽ നടുവിലേതംബുജോത്ഭവൻ തനിക്കിന്ദ്രാദിലോകപാലന്മാർക്കും മറ്റെല്ലാം 8 ചിത്രമായി 16,000 യോജന വഴി വിസ്താരം സമചതുരസ്രമായുള്ളൂതാനും. 3 ലോകവും മുന്നം ഭഗവാൻ നാരായണൻ 3 അടിയാക്കി അളന്നീടിന കാലത്തിങ്കൽ. മേൽപോട്ടേക്കുയർത്തിയ തൃക്കാതെന്നകം കൊണ്ടിട്ടാത്മയോന്യണ്ടം പിളർന്നുടയങ്ങകമ്പുക്ക് ബാഹ്യജീവനാധാരം ഗംഗയെന്നെല്ലാടവും. പാവനകരം പാപശാന്ത്യർത്ഥം പ്രസിദ്ധയായും ബ്രഹ്മാണ്ഡകമല നാളാന്താഗ്രേ പോയി വീണു. നിമ്നമാർഗേണ 4 കൈവഴിയൊഴുകിപ്പോയി. 4 ദിക്കിലും 4 നാമങ്ങളോടും കൂടി 4 സാഗരങ്ങളും പ്രാപിച്ചിടുന്നു നിത്യം. എന്നതിൽ കിഴക്കോട്ടേക്കൊഴുകുന്നതു സീതാം ചെന്നുടനിന്ദ്രരാജധാനിതെന്നടുവേ പോയി ഗന്ധമാദനമായ പർവ്വതത്തിന്മേൽ വീണ് സിന്ധുവിനോളം ഭദ്രാശാഖ്യമാം വശത്തോടെ സന്തതം വേഗേന പോയിടുന്നു. തെക്കോട്ടു ചെന്നന്തകപുരിയുടെ നിത്യവും അതുപോലെ സമ്പ്രദാകാരമായ അളകനന്ദാഖ്യയും സംപ്രതി നിഷേധവും ഹേമകൂടവും നേരെ കടന്ന് ഹിമവാൻമേൽ വീണവിടുന്നും പിന്നെ പടർന്നു ചെന്ന് ഭാരതാഖ്യമാം വർഷത്തൂടെ ദക്ഷിണ സമുദ്രത്തിൽ കൂടുന്നു. പടിഞ്ഞാറേ ചക്ഷുസാകുന്ന നദി വരുണരാജ്യത്തൂടെ പോയുടൻ മാല്യവാന്റെ മുകളിൽ വീണു പിന്നെ പായുന്നു കേതുമാലമാകിയ വർഷത്തൂടെ. പാരാതെ പടിഞ്ഞാറേ സാഗരം പ്രാപിപ്പോളം പാരതിൽ സോമപുരിയുടെ ഭദ്രയും പിന്നെയും കേവലം വടക്കോട്ട് നീലശേതങ്ങൾ കടന്ന് ആവോളം വേഗത്തോടെ ശൃംഗവാൻ തന്മേൽ വീണുപോയുടൻ കുരുവർഷത്തൂടെ വാരുതിയോളം മായമിന്നിയെ നീളെപ്പായുന്നു നിരന്തരം. ഇങ്ങനെയുള്ള നവഖണ്ഡമീ ജംബുദ്വീപിൽ ഇങ്ങിഹ കർമ്മക്ഷേത്രം ഭാരതമൊന്നേയുള്ളൂ എന്നതിൽ പ്രജകൾക്ക് കർമ്മഭേദങ്ങൾക്കൊത്തവണ്ണം ഉള്ള അനുഭൂതി സർവവും വന്നിടുന്നു. മറ്റുള്ള വർഷങ്ങളിട്ടെങ്കിൽ സ്വർഗലോകം മുറ്റുമങ്ങനുഭവിച്ചുള്ളവർക്കെല്ലാവർക്കും പുണ്യശേഷങ്ങൾ അനുഭവിപ്പാനായിക്കൊണ്ടത്രയും പുണ്ഡരീകോത്ഭവൻ താൻ നിർണയിച്ചിരിക്കുന്നു. അവറ്റിൽ പ്രജകൾക്ക് 10,000 തപസാം ഭേദമൊഴിഞ്ഞായുസുണ്ടെല്ലാ നാളും 10,000 ആനയ്ക്കുള്ള ശക്തിയും പൂണ്ട് ശതകോടികൾക്കൊക്കും ദേഹകാഠിന്യങ്ങളും നാരികളൊടുക്കമോരോന്നുടൻ ഗർഭിച്ചതിൽ നാരിയും പുരുഷനും കൂടെയുണ്ടാകും താനും
എക്കാലവും ത്രേതായുഗ തുല്യമായെല്ലാ നാളും പാലിക്കുമല്ലോ ജഗന്നാഥനാ നാരായണൻ.